നമ്മളുടെ ആദ്യത്തെ ആരാധന എന്തോ? ടു സറണ്ടർ യുവർ സെൽഫ് ടു ഗോഡ്, യുവർ എവറി ഡേ ഓർഡിനറി ലൈഫ്. നമ്മൾക്കുള്ള നമ്മൾ കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും ജോലിയിൽ പോകുന്നതും ഡിഫറെൻറ്റ് കാര്യങ്ങൾ, ദിനചര്യ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതെല്ലാം മാറ്റി വെക്കാനല്ല കർത്താവ് പറഞ്ഞേ. അതെല്ലാം ഈ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ച് ആൻഡ് ലിവ് എ ലൈഫ് ഓഫ് ഹോളിനെസ് ആൻഡ് ലിവ് എ ലൈഫ് പ്ലീസിങ് ടു ഗോഡ്. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ജീവിക്കുമ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ജെന്യുവൻ എക്സ്പ്രഷൻ ഓഫ് വർഷിപ്പ്. നമ്മുടെ ചിന്താഗതികൾ മാറുമ്പോൾ കർത്താവിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ബിക്കോസ് നമ്മുടെ ചുറ്റും, നമ്മൾ ജോലി പോകുന്ന സ്ഥലത്ത് എല്ലാവരും ബിലീവേഴ്സ് അല്ല, നമ്മൾ പോകുന്ന സ്കൂളിൽ എല്ലാവരും ബിലീവേഴ്സ് അല്ല, നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവരും ബിലീവേഴ്സ് അല്ല. എന്നാൽ നമ്മൾ കൂടുതൽ സമയം ചെലവാക്കുന്നത് ബാക്കിയുള്ളവരുടെ കൂടെയാ, ലോകത്തിൻ്റെ കൂടെയാ. അങ്ങനെ ആകുമ്പോൾ വെരി ഈസിയാണ് നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് താഴോട്ട് വീഴാൻ. എന്നാൽ കർത്താവ് നമ്മളോട്, ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, ഡു നോട്ട് ബൈബിൾ ഇസ് ടെല്ലിംഗ് us today this morning that do not copy the pattern of this world but be transformed by renewing of your mind. നമ്മൾ എന്തോ ദൈവത്തിന് വേണ്ടി ചെയ്യുവാന്നുള്ളത് ആ ചിന്തയോടല്ല, but God brings it all to you. Hallelujah. The only accurate way to understand ourselves is by what God is and what he does for us. ഈ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കാൻ ഈ 2026 ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്താണെന്നും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തതിൻ്റെ ഉപരിയായിട്ട് ഈ ദൈവം ആരാണെന്നും ആ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്നുള്ള ധ്യാനിക്കുവാൻ ഈ വർഷം ദൈവം നമ്മളെ കൂടുതലായിട്ട് സഹായിക്കട്ടെ. വിതൗട്ട് enviously and pridefully comparing ourselves with each other or trying to be something that we aren't. നമ്മൾക്ക് ഇല്ലാത്തത് മറ്റുള്ളവരെ പോലെ ആയിത്തീരുവാനല്ല, ഓരോരുത്തർക്കും ഈച്ച് വൺ. ഇവിടെ തന്നെ നമ്മൾ കണ്ടാൽ നമുക്കറിയാം എല്ലാവരും വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. It says fan into flame the gift of God. നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ ക്രിസ്തു ഗിഫ്റ്റാ. ആ ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, ഈ ജലസ്നാനം ഏറ്റെടുക്കുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മളുടെ അകത്ത് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഹല്ലേലൂയ. ആ ഗിഫ്റ്റ്, ക്രിസ്തു ഒരേ ഗിഫ്റ്റ് എല്ലാവർക്കും ഒരുപോലാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ അകത്ത് ഡിഫറെൻറ്റ് ഗിഫ്റ്റ്സാണ് തന്നിരിക്കുന്നത്. ആ ഗിഫ്റ്റ്സ് ഒരുമിച്ച് കൂടുമ്പോൾ, ഹല്ലേലൂയ, ദാറ്റ് ഈസ് ദാറ്റ് ബിഗ് പിക്ചർ ദാറ്റ് ഗോഡ് വാണ്ട്സ് us to have. Thank you Lord. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കൃപാവരമുണ്ട്. താങ്ക് യു ലോർഡ്. അത് ഈ 2026 ജ്വലിച്ചു വരാൻ നമ്മൾക്ക് ദൈവസന്നിധിയിലേക്ക് കൊടുക്കാൻ. ദിസ് ഈസ് അവർ ഷീപ്പ് ഫോൾഡ് ആൻഡ് ഷീപ്പ് പെൻ. ലെറ്റ് us യൂസ് അവർ ടാലൻറ്റ്സ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നമ്മളെല്ലാവർക്കും ഓരോരോ ടാലൻറ്റാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ഒരാൾ മാറി നിൽക്കുമ്പോൾ നമുക്കത് ഫ്ലറിഷ് ചെയ്യാൻ പറ്റത്തില്ല. പുതിയത് വന്ന് പുതിയ ജനങ്ങൾ വന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ട് പോട്ടെ. ലെറ്റ് us go extra mile to honor others. Thank you Lord. They deserve an honor. Why? Because they have Jesus in them. അവരുടെ അകത്ത് ക്രിസ്തു ഉള്ളതുകൊണ്ട്, അവർ ക്രിസ്തുവിനെ വഹിക്കുന്ന വെഹിക്കിൾസ് ആയതുകൊണ്ട് അവർക്ക് ഒരു ഓണർ അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൊടുത്തേ മതിയാകും. നമ്മൾ ഒന്നിച്ച് സഭയെ പണിയും, നമ്മൾ ഒന്നിച്ച് സഭയെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ 2026 അത്ഭുതത്തിന്റെ വർഷമാണ്. ജീസസ് പ്രോമിസ് തന്നിട്ടുണ്ട്, ഇതൊരു മൾട്ടിപ്ലിക്കേഷന്റെ വർഷമാണ്. ദൈവം നമ്മളെ തൊട്ടാൽ, ദൈവം നമ്മളിൽ കൂടെ ഒരു പ്രവൃത്തി തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കും. നല്ല ഹാർട്ടോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരുന്ന കർത്താവ് നിങ്ങളോട് സംസാരിക്കും.